കൊച്ചളിയ വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ഹൈ, ഇതിലൊന്നും ഇല്ലല്ലോ. ആ കുപ്പിയിൽ നോക്കാം. അല്ല, ഇതിലൊന്നുമില്ലേ? ഞാൻ ഇനി വെള്ളം എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ഇനി ഏതായാലും അടുക്കള ചെന്ന് നോക്കാം. ആഹാ, വെള്ളം കിട്ടി. അടിപൊളി, ദേ കേക്ക്. ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിങ്ങളിവിടെ എന്താ ഈ ചെയ്യുന്നേ? വേഗം പുറത്തേക്ക് വാ. മേഡം അങ്ങനെ കണ്ടോണ്ട് വന്നാ തീർന്നു. നിങ്ങൾക്കായി എന്താ കൊണ്ടുവന്നിരിക്കുന്നേന്ന്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പെറ്റ് പിഗ് ആണ്. പേര് പോർക്കൻ കുമാർ. ഫ്രണ്ടിന്റെ പേര് വളരെ നന്നായിട്ടുണ്ട്. അതിരിക്കട്ടെ, ഇവന്റെ പേരെന്താ? ബൈ ബൈ ബൈ. ഞാനാണ് പോർക്കൻ കുമാർ. കുട്ടികളെല്ലാം വികൃതികളാണ്. അവർ പിഞ്ചു മനസ്സിന്റെ ഉടമകളുമാണ്. ആക്ച്വലി എനിക്കറിയില്ല മാഡം എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു സ്മോൾ ചായ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ബൈ ഹൈ ഹൈ. സൂക്ഷിച്ച്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും മുൻപോട്ടാണ് പോകേണ്ടത്. താനാണെങ്കിൽ പുറകോട്ടാണല്ലോ പോകുന്നത്. നിങ്ങൾ പോർക്കൻ കുമാറിനോടൊപ്പം കളിച്ചോളൂ. ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം. ബൈ ബൈ ബൈ. മതി മതി, ബൈ പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോയി കളഞ്ഞേക്കരുത്. ഇത് ആഘോഷിക്കാനുള്ള സമയമാണ് എന്റെ അനിയ. ഈ വൃത്തികെട്ട ചെളി കൊണ്ടുള്ള കളി വളരെ രസകരമാണ് കൂട്ടുകാരെ. എനിക്ക് ഈ ചെളിയിൽ കളിക്കാനും കുളിക്കാനും ഉള്ള സമയമായിരിക്കാണ്. ഡു നോട്ട് ഡിസ്റ്റർബ് മീ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് ഗൈസ്. ബൈ ബൈ ബൈ. വേണ്ട, നിക്ക്. അവിടെ നിക്ക്. നിൽക്കാനാ പറഞ്ഞത്. ഹലോ, ഇന്ന് ഈ സമയത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അല്പം ചോക്ലേറ്റ് എടുക്കാനുണ്ടോ? അറിയില്ലെങ്കിലും ഞാൻ ഗൂഗിൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനധികം മധുരമില്ല എങ്കിലും ഞാൻ പഞ്ചസാര കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. താങ്ക് യു ആൻഡ് അടിക്കായി. ബൈ ബൈ ബൈ. ഇനിയും വൃത്തി കിടക്കാനുണ്ട്. നിർത്ത. നീ അടുത്തോട്ട് വരാൻ വൃത്തിയായിട്ട നാറ്റം അടിക്കുന്നു. ഒന്ന് ഓർത്തു നോക്ക്, ഞാനൊരു ഡോഗിയാണ്. എനിക്ക് എന്തുമാത്രം നാറും. ബൈ ബൈ ബൈ. എനിക്ക് വൃത്തികേട് ഇഷ്ടമാണ്, കാരണം ഞാനൊരു പിഗാണ്. എനിക്ക് വൃത്തിയില്ല ഗായ്. ഹായ് ബൈ ബൈ ബൈ. മേഡം വരുന്നതിന് മുമ്പ് ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കേണ്ടി വരും. ഹായ്, അത് വളരെ ഫണ്ണി ആയിട്ടുണ്ട്. ആരെങ്കിലും എന്റെ പുറത്ത് വെള്ളം ഒഴിച്ചാൽ അവരെന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കാം. എടാ പോർക്കൻ കുമാറെ, നിന്നെ എന്റെ കൈ കൊണ്ട് കുളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബണ്ണിയല്ല. ചിണ്ടു, നിനക്ക് അവനെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചിണ്ടു, നീ തന്നെയല്ലേ പറഞ്ഞത് അഥവാ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ പേര് ബണ്ണിയല്ലെന്ന്. മനസ്സിലായ ശശി? പിടിക്കവനെ. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്താ ഒരു രസം. സുരേഷേ, ദേ വീണ്ടും നിനക്ക് അവനെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സുരേഷോ? നീ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് നിന്റെ പേര് മാറ്റി ഒന്ന്. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം.
നോക്കൂ പോർക്കൻ കുമാറേ, നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള അഴുക്കുകളെല്ലാം പുറത്തു പോകും. ഹായ് ബൈ ബൈ. കുളിച്ചില്ലെങ്കിൽ 4 ഗുണങ്ങളുണ്ട് അറിയാമോ? നല്ല തിരക്കുള്ള ബസ്സിൽ ഇടിച്ചു കയറുകയാണെങ്കിൽ നമുക്കിരിക്കാനുള്ള സീറ്റ് തന്നെ ഉണ്ടാകും. ഹായ് ബൈ ബൈ. എടാ ഹണി, നിന്നോട് വെള്ളം ഒഴിക്കാനാടാ പറഞ്ഞത്. ഇത് വെള്ളം തന്നെ ആയിരുന്നു, അതും 0 ഡിഗ്രിയിലുള്ളത്. നിക്കടാ അവിടെ. നിക്കാനല്ലേ പറഞ്ഞേ? ഹായ് ബൈ ബൈ. നിങ്ങൾക്ക് എന്നെ ഒരിക്കലും പിടികിട്ടില്ല. ബൈ. എന്നാ ഇപ്പൊ കാണിച്ചു തരാം. ഇന്ന് മഴ പെയ്യാനുള്ള ഒരു സാധ്യതയില്ലെന്നാ കാലാവസ്ഥ കേന്ദ്രം പറയുന്നത്. ഈ പത്രത്തിൽ പറയുന്നത് മൊത്തം പച്ചക്കള്ളോ? മമ്മി മമ്മി എനിക്കിപ്പോ സ്വിമ്മിംഗ് പൂളിൽ പോണം മമ്മി. You are the best mommy. ഞാനൊരു കുഞ്ഞിനെ വിട്ട് ഒരിക്കലും പോകില്ല, സത്യമായിട്ടും. സത്യം വെറുതെ ആയല്ലോ. നിനക്ക് ഇപ്പോഴും അവനെ കുളിപ്പിക്കാൻ പറ്റിയില്ലല്ലോ ഉത്തമ. ഉത്തമനോ? നെയിം ചേഞ്ച്, നെയിം ചേഞ്ച്. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഈ വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിക്ക്. ഞാൻ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുസരിച്ചോളാം. പറ്റില്ല, നീ ആ വെള്ളത്തിൽ വീണേ മതിയാവൂ. മാഡം എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് എത്താം. ഇവനെ നമ്മൾ കുളിപ്പിച്ചില്ലെങ്കിൽ മാഡം നമ്മളെ എടുത്തിട്ട് അലക്കാനുള്ള സാധ്യതയുണ്ട്. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ബൈ ബൈ ബൈ. നീ ആകെ വൃത്തികേടായല്ലോ ഹണി. നമുക്കൊക്കെ വൃത്തികേടാവാൻ ഒരു നല്ല സ്ഥലമുണ്ട്. നീ അങ്ങോട്ട് വരുന്നോ? എന്നാ വാ, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോയേക്കാം. വാ വാ വാ, വേഗം പോയേക്കാം. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴകിയ ആഹാരങ്ങളാണ് എന്റെ ഫേവറേറ്റ്. 1, 2 അല്ലെങ്കിൽ 50 വരെ. എന്റെ തലയ്ക്കകത്തെന്തോ മൂളുന്നു. പൂരത്തിന് അമിട്ട് പൊട്ടുന്ന പോലെ ഉണ്ട്. നിങ്ങൾ എന്നെ കെടിയിലാക്കിയല്ലേ, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ബൈ ബൈ ബൈ. വൃത്തി എനിക്ക് ഇഷ്ടമല്ല. ഹായ്, എന്നെ നിങ്ങളൊന്ന് വെറുതെ വിടൂ ഗായ്. ചെളിയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ബൈ.
ബായ് ബായ് ബായ്. ഇത്രയധികം മനോഹരമായ സ്മെൽ എവിടെ നിന്നാണ് വരുന്നത്? അതും എനിക്ക് മാത്രമാണല്ലോ കിട്ടുന്നത്. വായ് വായ് വായ്. കാരണം നീ ഇപ്പൊ കുളിച്ച് വൃത്തിയായി. മനസ്സിലായോ എന്റെ പോർക്കൻ കുമാരെ? ഡെയിലി കുളിക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ കുളിച്ചവരുടെ കയ്യിൽ നിന്ന് കരണക്കുറ്റിക്കിട്ട് കിട്ടും. ഹായ്. ബായ് ബായ് ബായ്. ആ. ഇനി ഞാനും ഇടും കോട്ടും സൂട്ടും ടായ്. ഇനി ജനങ്ങൾ എന്നെ കണ്ട് തിരിച്ചോടില്ല, കാരണം ഞാനിപ്പോൾ ഹൈ ഫൈ ആണ്. ഫോട്ടോയും അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയാമോ? ബായ്. ആരുടെ? വൈഫൈയുടെ പാസ്വേഡ് ആണ് ഞാൻ. അവസാനം നീ അവനെ കുളിപ്പിച്ചെടുത്തല്ലേ ചന്തു? ചന്തുവോ ഇപ്പൊ കുളിപ്പിച്ചില്ലേ, പിന്നെ എന്തിനാ പേര് ചേഞ്ച് ചെയ്യുന്നേ? എന്തായാലും ഇത്രയും പ്രാവശ്യം നിന്റെ പേര് ചേഞ്ച് ചെയ്തല്ലോ, ഈ ചന്തു എന്നുള്ള പേരും കൂടി ഇരിക്കട്ടെ. ഇറ്റ്സ് ബെറ്റർ. കൂട്ടുകളെ, നിങ്ങൾ ഇവിടെ എന്താണ് ഈ ചെയ്യുന്നത്? ഓ ഇത് കൊള്ളാലോ. പോർക്കൻ കുമാർ കുളിച്ച് നല്ല സുന്ദരനായല്ലോ. എന്റെ ഫ്രണ്ട് ഇവനെ കണ്ടാൽ വളരെയധികം സന്തോഷിക്കും. എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്.